ഈ വനിതാ ലീഗിന്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇവർ രണ്ട് സ്ഥാനാർത്ഥികളുടെയും ജയന്തിയുടെയും അതുപോലെ തന്നെ നൂർബിനയുടെയും ഇവരുടെ പ്രചാരണ രംഗത്ത് ഫാത്തിമ തഹ്ലിയുടെയും ഇവരുടെ പ്രചാരണ രംഗത്ത് ഉണ്ടാകുമോ അതോ വിട്ടുനിൽക്കുമോ? എനിക്ക് നാളെ എന്ത് ചെയ്യുന്നുള്ളത് നാളെയോ ഞാൻ പറയുള്ളൂ. ഒന്നും അങ്ങനെ എടുത്തുചാടി പറയുന്ന ഒരാളല്ല ഞാൻ, വേണ്ടാതെ സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് 40 കൊല്ലം എല്ലാ വിഭാഗങ്ങളിലും, ഈവൻ സെക്യുലറായിട്ട് മതേതരത്തിൽ, നിങ്ങൾക്ക് എന്നെ ഈ വന്നവർക്ക് ആർക്കും എന്നെ അറിയില്ല. 10 കൊല്ലം ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറിൽ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ CPM-ന്റെ ആൾക്കാരോട് ചോദിക്കാം ഞാൻ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത്. എന്റെ കൂടെ പ്രവർത്തിച്ചവരെ മറ്റ് പാർട്ടികളോട് ചോദിക്കാം. ഞാൻ എങ്ങനെയായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. വളരെ നിങ്ങൾ പറയുന്ന ഈ തലമുറ മാറ്റത്തിനേക്കാളും വളരെ കുഞ്ഞു പ്രായത്തിലാണ് ഞാൻ വനിതാ ലീഗ് കെട്ടിപ്പടുത്തുയർത്തിയത്. വിമർശനമല്ല ഇത്. ദിസ് ഇസ് നോട്ട് എ വിമർശനം. നമ്മൾ വാക്കുകളുടെ പ്രയോഗങ്ങൾ, വാക്കുകളുടെ വിരലുകൾക്കിടയിൽ കൂടെ, വരികൾക്കിടയിൽ കൂടെ നമ്മൾ വായിക്കാൻ പാടില്ല. എനിക്കത് വളരെ നിർബന്ധ ബുദ്ധിയുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ നേതൃത്വത്തോട് തന്നെ ഇത്രയും കാലം സംസാരിക്കാറുണ്ട്. എനിക്കൊരു മടിയും ഇല്ല, പേടിയില്ല. പേടി ദൈവത്തെ മാത്രമേ ഉള്ളൂ. ഒരു സമൂഹ മാധ്യമത്തിനെയും പേടിയില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് നൂർബിന റഷീദിന് സ്ഥാനാർത്ഥ്യം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. തോന്നുന്നവരുടെ തോന്നലുകൾ മാറ്റാൻ എനിക്ക് പറ്റും. ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വത്തെ എന്തി പറയും? സൂറ മമ്പാടിനെ നിങ്ങളൊക്കെ തന്നെയല്ലേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്? ഈ 2-3 മാസം അവരെ കൊണ്ട് നടന്നിട്ട് അവർക്ക് കൊടുക്കാത്തതിലുള്ള വിഷമം ഞാനെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് അനീതി ചെയ്യരുത്. പൊതുസമൂഹത്തോട് ഞാൻ പറയാം, രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഓർപ്പിക്കുന്നു. ഞാൻ ക്യാമ്പസ് പോളിറ്റിക്സിലൂടെ വന്നതല്ല. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ആ പാർട്ടിയിലൂടെയാണ് ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങിയത്. അന്ന് മുതൽ ഞങ്ങൾക്ക് നൽകിയ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ സമുദായത്തിലുള്ളതും മൈനോറിറ്റി സമുദായത്തിലുള്ള എല്ലാവരുടെയും ഏകോപിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഒരു സൂക്ഷ്മത ആവശ്യമാണ്. എന്റെ ഒരു പ്രവർത്തനം കൊണ്ട് നാളെ ഒരാൾ വഴിതെറ്റാൻ പാടില്ല. എന്റെ ഒരു പ്രവർത്തനം കൊണ്ട് എന്റെ പാർട്ടിക്ക് ഒരു പോറലേൽക്കരുത്. എന്റെ ഒരു പ്രവർത്തനം കൊണ്ട് എന്റെ സമുദായത്തിലെ ഒരു സ്ത്രീയെയും അവഹേളിക്കരുത്. എന്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഈ സ്ത്രീ സമൂഹത്തെ അവഹേളിക്കാനിട. പൊതുസമൂഹത്തിലുള്ള സ്ത്രീകൾ, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഇത്രയും കാലം പണിയെടുത്തത്. അപ്പം പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന അനീതിയാണ്, എന്റെ വ്യക്തിത്വത്തോട് ചെയ്യുന്ന അനീതിയാണ്. അത്രയും ഞാൻ ചെയ്യുന്നത്. പറയുമ്പോൾ തന്നെ പാണക്കാട് കുടുംബത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പാരമ്പര്യം ലീഗിനില്ലല്ലോ, അതിനെയല്ല ഇപ്പൊ മറിച്ചിരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് പാണക്കാട് കുടുംബത്തിന് എങ്ങനെയാണ് ചോദ്യം ചെയ്തത്? ഞങ്ങളെ വിഷമം പങ്കുവെക്കണ്ടേ? ഞങ്ങളുടെ വിഷമം പങ്കുവെച്ചെന്നല്ലേ. പാണക്കാട് കുടുംബത്തിന് ഒരിക്കലും ഞാൻ ബഹുമാനിച്ച പോലെ, ഞാൻ ആദരിച്ചതുപോലെ, ഞാൻ അനുസരിച്ചതുപോലെ, ഞാനെന്ന് പറഞ്ഞത് ഞാൻ അടങ്ങുന്ന വനിതാ ലീഗാണ്. ഇത് ഞാൻ എന്നല്ല പറയുന്നത്, വനിതാ ലീഗ്. വനിതാ ലീഗ് പാണക്കാട് കുടുംബത്തെയും മുസ്ലിം ലീഗ് നേതൃത്വത്തെയും അങ്ങേയറ്റം ബഹുമാനിച്ച്, ആദരിച്ച്, അനുസരിച്ച്, അടങ്ങി ഒതുങ്ങി പ്രവർത്തിച്ച് പന്തലിപ്പിച്ച സംഘടനയാണ് വനിതാ ലീഗ്. അല്ലാണ്ട് ഇന്നലത്തെ മഴയിൽ പൊട്ടിമുളച്ച തകരകളല്ല ഞങ്ങളാരും. ഈ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള തിരുവരങ്ങാടിലെ സ്ഥാനാർത്ഥി PM സമീറിന് ആരും അറിയില്ല എന്നുള്ളൊരു ആക്ഷേപം. അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അതിന് നാട്ടിലുള്ള എല്ലാവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. എനിക്കെന്റെ വനിതാ ലീഗിനേ ഉള്ളൂ. അസത്യം കാണുന്നവർ തുറന്നു പറയണം. അതാണ് ഇസ്ലാമിലെ തത്വം. ഇസ്ലാമിലെ ഏറ്റവും പഠിപ്പിച്ച എല്ലാ സൂറത്തിലും ഞാൻ ആരെയും പഠിപ്പിക്കേണ്ടിയില്ല. സത്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യാത്തവർ, അസത്യം പറയുന്നവർ, അസത്യത്തിന് കൂടു നിൽക്കുന്നവർ എല്ലാവർക്കും പണ്ട് പറയും പരലോകത്താണ്, ഇന്ന് ഈ ലോകത്ത് തന്നെ കൊടുത്തു. ഒരിക്കലും വന്നോട്ടെ. വസ്തുത എന്ന് വെച്ചാൽ അവര് പറയട്ടെ. എന്നാൽ അവരെ വളർത്തിക്കൊണ്ടുവന്നത് അവര് ദളിത് സ്ത്രീയായിട്ടാ വന്നത്, ദളിത് ലീഗിലൂടെയാ വന്നത്. അവരെ ദേശീയ നേതൃത്വത്തിലേക്ക് എടുത്തതാരാണ്? എന്റെ കയ്യിൽ എല്ലാ വോയിസ് റെക്കോർഡും ഉണ്ട്. ദേശീയ കൌൺസിലിലേക്ക് അവരെ കൊണ്ടുവരാനാണ് ശക്തമായി വാദിച്ചതാരാണ്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ പാർട്ടിക്കകത്ത് ചെയ്യുന്ന എല്ലാം ഈ മീഡിയന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാനെന്ന ഐഡന്റിറ്റി ഞാൻ മറ്റുള്ളവരിലായി മാറും. പക്ഷെ നിങ്ങൾ എന്താ പറഞ്ഞു, സമൂഹ മാധ്യമത്തിൽ ഒരുപാട് വെട്ടുകിളി കൂട്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് അറിയാത്തൊന്നുമല്ല. നമ്മളൊക്കെ പ്രായം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആ സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകളെയും പ്രതികരിക്കാൻ അറിയായിട്ടില്ല. പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പ്രതികരിക്കാൻ തന്നെ ഞങ്ങൾക്ക് കുറെ പണികളുണ്ട്. കുടുംബം പോറ്റണം. ആ ചോദ്യം ഉത്തരം ഇപ്പം പറയാനായിട്ടില്ല. ഒരു തീരുമാനവും ഇല്ല. ഞാൻ ഇപ്പം വനിതാ ലീഗായിട്ട് എന്റെ സംഘടനക്ക് വേണ്ടി അതൃപ്തി എന്നല്ല, ഞങ്ങൾ പട്ടിക വന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ പറഞ്ഞ പ്രഷർ ടാക്ടിക്സ് ഒന്നും ഞങ്ങൾ നടത്താറില്ല.
പ്രഷർ പൊളിറ്റിക്സും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ ഓക്കെ